ഈ വേദത്തിൽ എല്ലാ തരത്തിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ജനനം തൊട്ട് മരണം വരെ ചെയ്യേണ്ട ക്രിയകളിലെല്ലാം ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, വേദമന്ത്രം ഒരു ക്ഷേത്രത്തിൽ ജപിക്കുന്നത് അവിടുത്തെ ദേവൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ്. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ ശാസ്ത്രീയമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഇവിടെ നമ്മൾ കുറേ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം, ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി വന്നാൽ മാത്രമേ ഈ ഒരു ജപത്തിലൂടെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു കല്ല് എടുക്കുക. കല്ല് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ജഡമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കല്ലിന് ജീവനുണ്ട് എന്ന് പറയാറില്ല, അല്ലേ? എന്നാൽ കല്ലിൽ ചൈതന്യമുണ്ട് എന്ന് നമ്മൾ പറയാറുമുണ്ട്. അപ്പോൾ ഈ ജഡമായിട്ടുള്ള ഈ ഒരു കല്ല് എടുക്കുക. ഈ കല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ജലം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും, അല്ലേ? എങ്ങനെയാണ്? ജലം അത് തന്നെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കുടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതവിടെ ഒരു പ്രോസസ്സ്, നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കാർബണും എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം 2 വസ്തുക്കൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആറ്റം, ഇപ്പം ക്വാണ്ടം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വസ്തുക്കൾ തമ്മിൽ ചേരണം. 2 വസ്തുക്കൾ തമ്മിൽ ചേർന്നാൽ മൂന്നാമതൊരു വസ്തു ഉണ്ടാകാതെ നിവർത്തിയില്ല, അല്ലേ? നമുക്ക് സാമാന്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കല്ല് എന്ന് പറയുന്നത് 4 വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 4 വസ്തുക്കളും ചേർന്ന് നിന്നാലല്ലേ കല്ലാവുകയുള്ളൂ. ഇവയെ ചേർത്ത് നിർത്തുന്ന ശക്തി എന്താണ്? നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എല്ലാ കല്ലിനെയും? ഇല്ല, അല്ലേ? നമ്മളിപ്പോൾ കൊഴുക്കട്ടയൊക്കെ ഉരുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ മാറ്റിയാലും അതിനുള്ളിലൊരു ഫോഴ്സ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. അവയെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തി ഉള്ളതുകൊണ്ടാണ് ആ കല്ലിൻ്റെ ആകൃതിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പാണ്, ജഡമായിട്ടുള്ള ആ കല്ലിൽ ഒരു ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജഡമായിട്ടുള്ള ഈ മൈക്കൊന്ന് എടുക്കുക. ഈ മൈക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്ലാസ്റ്റിക്കും കുറച്ച് സാധനങ്ങളും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വസ്തുക്കളെ എല്ലാം ചേർത്ത് നിർത്തുന്ന ശക്തി ഏതാണ്? കുട്ടികളാണെങ്കിൽ പറയും ഫെവിക്കോൾ ആണെന്നൊക്കെ ചിലപ്പോൾ പറയും, അല്ലേ? ഒട്ടിച്ചു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെവിക്കോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വീണ്ടും 3-4 വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വസ്തുക്കളെല്ലാം ചേർന്ന് നിൽക്കണമെങ്കിൽ വീണ്ടും എന്ത് വേണം? അതിനുള്ളിലൊരു ശക്തി വേണം. ഇങ്ങനെ നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ ജഡമായിട്ടുള്ള എല്ലാ വസ്തുവിലും എന്തുണ്ട്? ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ജീവനുള്ള ഒരു വസ്തു എടുക്കുക. ജീവൻ ഏതൊക്കെയുണ്ട്? നമുക്ക് ജീവനുണ്ട്, ചെടികൾക്ക് ജീവനുണ്ടെന്ന് ജെ.സി. ബോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഒരു ചെമ്പരത്തി മൊട്ട് ഇവിടെ പറിച്ചു വെക്കുക. നാളെ രാവിലെ ഇത് വിടരുവോ ഇല്ലയോ? വിടരും. വിടരണമെങ്കിൽ അവിടെ ഒരു ശക്തി വേണ്ടേ? സൗന്ദര്യലഹരി തുടങ്ങുന്നത് തന്നെ ശിവശക്തിയായി യുക്തോ എന്നാണ്. ശക്തി ഇല്ലെങ്കിൽ ശിവന് തൻ്റെ കണ്ണിൻ്റെ പോള പോലും ചലിപ്പിക്കാൻ പറ്റില്ല, വിരലിൻ്റെ അറ്റം പോലും അനക്കാൻ പറ്റില്ല. നമ്മളുടെ എല്ലാവരുടെ കാര്യം ഇങ്ങനെയല്ലേ? ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെമ്പരത്തി മൊട്ട് ഇങ്ങനെ തുടർന്ന് അല്ലെങ്കിൽ തുറന്ന് വിരിയണമെങ്കിൽ അവിടെ എന്തു വേണം? ഒരു ശക്തി വേണം. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് തന്നെ ഒരു ശക്തി അതിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്, അല്ലേ? അപ്പം ജീവനുള്ള വസ്തുക്കൾ ഇവയെല്ലാം വളരുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോഴെന്തുണ്ട്? അവിടെ ഒരു ചലനമുണ്ട്, അതിലെന്തുണ്ട്? ശക്തിയുണ്ട്.
അപ്പം അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ജഡമായിട്ടുള്ള വസ്തുക്കളിലും ജീവനുള്ള വസ്തുക്കളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ശക്തിയാണ്, അല്ലേ? അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശക്തിയാണെന്ന് നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കി. സനാതനധർമ്മം ഈ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ പറയാൻ തുടങ്ങി, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് നമ്മൾ പറയാൻ തുടങ്ങി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ശക്തി ഇത്രമാത്രം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ ശക്തിയെ നമ്മൾ ആരാധിക്കണം, അല്ലേ? ആചാര്യന്മാർ പറഞ്ഞു നമുക്ക് ബഹുമാനം വേണ്ടത് ശക്തിയോടാണ്. കാരണം എന്താണ്? ഏത് വസ്തു എടുത്താലും അതിലെല്ലാം ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു പേപ്പറിൽ ചവിട്ടാതിരിക്കുന്നത്. ഭൂമിയിൽ ഒരു ദിവസം മുഴുവൻ ചവിട്ടി മെതിച്ച് നടക്കുകയാണ്. രാവിലെ ഹോൾസെയിലായിട്ട് നമ്മളൊരു ക്ഷമ പറഞ്ഞിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത്, അല്ലേ? എന്തിലും നമുക്ക് ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ശക്തിയാണെങ്കിൽ നമ്മൾ അതിനെ ചൈതന്യം എന്ന് പറയും. കാരണം അത് തന്നെ പോസിറ്റീവും നെഗറ്റീവും വരാം. ഒരു മലം കിടക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അല്ല തോന്നുന്നത്. അപ്പം എനർജിയിൽ ആ വ്യത്യാസമുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് എനർജി, അല്ലേ? നമ്മൾ ഊർജം ഇതെല്ലാം പറയുന്നു, ചൈതന്യം ഒക്കെ ഇതിൻ്റെ പല പല പദങ്ങളാണ് എന്ന് മാത്രം. അപ്പം ആചാര്യന്മാർ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ശക്തി ആയതുകൊണ്ട് ശക്തിയെ ആരാധിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ശക്തിക്ക് രൂപമുണ്ടോ? ശക്തിക്ക് രൂപമില്ല. ആരെങ്കിലും നമ്മുടെ ശക്തിയെ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ശക്തിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ പറയും 6 പാക്ക് ശരീരം, മസിൽ വെട്ടിക്കിടക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ശക്തി ആരും കണ്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി ശക്തിയാണ്, ഊർജമാണ്. ആരെങ്കിലും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെളിച്ചം വരുമ്പോൾ സ്വിച്ച് ഇട്ട് ലൈറ്റ് തെളിയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നറിയാം. ഷോക്ക് അടിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം അറിയാം. പക്ഷേ ഇലക്ട്രിസിറ്റി കാണണമെന്ന് വിചാരിച്ചാലോ? ഇതാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. കണ്ണുകൊണ്ട് കാണുന്നവയെ മാത്രമല്ല സനാതനധർമ്മം വിശ്വസിക്കുന്നത്. നമ്മളോട് നമ്മളുടെ മതത്തെപ്പറ്റി അറിവില്ലാത്തവർ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ചോദിക്കും, കാണാത്ത ഈശ്വരനെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. കാണാത്ത ഒന്നിനെ വിശ്വസിക്കില്ല, കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദ്യം ചോദിച്ചവരോട് പറയണം, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് മറുപടി പറയും? ബുദ്ധിയുണ്ട് പറയും. കാണിച്ചു തരാൻ പറയണം. ആർക്കെങ്കിലും ബുദ്ധിയെ കാണിച്ചു തരാൻ പറ്റുമോ? കാരണം അതും ഒരു ശക്തിയാണ്, എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിശക്തി എന്ന് ചേർത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയും, ഇന്ന് മനസ്സിനാകെ വിഷമാണ് എന്ന് പറയും, അല്ലേ? വിഷമാണെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനൊരു ശക്തിയില്ല. ഈ മനസ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മനസ്സിന് വിഷമമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ സാരം. പക്ഷെ മനസ്സിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മനഃശക്തി എന്ന് പറയുന്നത്. ഇവയെല്ലാം സൂക്ഷ്മമാണ്. എനർജി സൂക്ഷ്മമാണ്, ശക്തി സൂക്ഷ്മമാണ്. അതുകൊണ്ട് നമ്മളെങ്ങനെ ആരാധിക്കും? മനുഷ്യനൊരു പ്രശ്നമുണ്ട്. രൂപമില്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രൂപമില്ലാതെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും, അല്ലേ? നമുക്കൊരു രൂപം വേണം. അപ്പം ആചാര്യന്മാരെന്തു ചെയ്തു? ഒരു രൂപം കൊടുത്തു ശക്തിക്ക്. ആ ശക്തിയുടെ രൂപം എങ്ങനെയാണ്? ഒരു സ്ത്രീ രൂപമായിരുന്നു. എന്തിനാണ് സ്ത്രീ രൂപം കൊടുത്തത്? കാരണം പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടിയും സ്ഥിതിയും പരിപാലനവും എല്ലാം ശക്തിയിലല്ലേ. ഈ പ്രപഞ്ചത്തിൽ ശരിക്കും സൃഷ്ടിയും സ്ഥിതിയും പരിപാലനവും എല്ലാം സ്ത്രീയിലൂടെയല്ലേ നടക്കുന്നത്, സ്ത്രീലിംഗത്തിലൂടെയല്ലേ കൂടുതലും നടക്കുന്നത്. സീഹോഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഈ സൃഷ്ടികളെല്ലാം നടക്കുന്നതും കുട്ടികളെ ആണെങ്കിലും പരിപാലിച്ച് വളർത്തുന്നതും എല്ലാം സ്ത്രീയിലൂടെ ആയതുകൊണ്ട് ശക്തിക്ക് ഒരു സ്ത്രീ രൂപം കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ശക്തിയുടെ രൂപം എന്നുള്ളതിനെ എന്തായിട്ട് പറഞ്ഞു? സതീദേവിയായിട്ട് പറഞ്ഞു. കാരണം എന്താ? ശിവനും ശക്തിയും എന്നാണ് നമ്മൾ പറയുന്നത്. മഹാദേവന്റെ ആദ്യത്തെ പത്നി ആരാണ്? സതീദേവി ആണ്. അപ്പം സതീദേവി എന്ന് പറഞ്ഞാൽ ആരാണ്?
ശക്തിയാണ്. നമ്മളൊരു എനർജി പവർ ഹൗസ് എന്ന് ആലോചിച്ചാൽ മതി. അത് മുഴുവൻ ശക്തിയാണെന്ന് വിചാരിക്കുക. ഈ സതീദേവിയുടെ ചരിതം എന്താണ്? നമ്മൾ പറയും, പിതാവായിട്ടുള്ള ദക്ഷ പ്രജാപതി യാഗം നടത്തിയപ്പോൾ അവിടെ ക്ഷണിക്കപ്പെടാതെ സതീദേവി ചെന്നു, അല്ലേ? പിതാവിൻ്റെ അപമാനം സഹിക്കവയ്യാതെ സതീദേവി ആ ഹോമകുണ്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൽ കോപാകുലനായിട്ടുള്ള മഹാദേവൻ എന്ത് ചെയ്തു? സതീദേവിയുടെ ശരീരമെടുത്ത് താണ്ഡവ നൃത്തമാടി പ്രപഞ്ചമെല്ലാം വളരെയധികം ചൂട് പിടിച്ചു, അസ്ഥിരമായി. ഇതിൽ വളരെയധികം വിഷമിച്ച ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു, അല്ലേ? മഹാവിഷ്ണു എന്ത് ചെയ്തു? തൻ്റെ സുദർശന ചക്രമെടുത്ത് ദേവിയുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കുകയും ദേവിയുടെ ശരീരം 52 കഷ്ണങ്ങളായി ഈ ഭാരതഭൂമിയിൽ പതിക്കുകയും ചെയ്തു. ഈ 52 സ്ഥലങ്ങളെ നമ്മൾ എന്തു പറയുന്നു? 52 ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നു. ഈ ചരിതത്തിൻ്റെ അർത്ഥം എന്താണ്? ശക്തിപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഇരിപ്പിടം എന്നാണ് അർത്ഥം. ദേവിയുടെ ശരീരം ശക്തിയാണെങ്കിൽ അതിൽ നിന്നും 52 കഷ്ണങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അവയെല്ലാം 52 പവർ ഹൗസുകളായിട്ട് മാറില്ലേ? അഗ്നിയിൽ നിന്നും ഒരു സ്പാർക്ക് എവിടെയെങ്കിലും വീണാൽ അവിടെ മുമ്പുണ്ടായിരുന്ന അഗ്നിയേക്കാളും വലുതായിട്ടുള്ള അഗ്നിയായിട്ട് മാറാൻ അതിന് സാധിക്കും. അപ്പം അതുപോലെ ഈ 52 സ്ഥലങ്ങൾ ഭാരതത്തിൻ്റെ പവർ ഹൗസായിട്ട് മാറും. അതിന് കാരണം ഊർജം എല്ലായിടത്തും ഒരുപോലെയല്ല. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഊർജം ഒരുപോലെയാണോ? എല്ലാ പ്ലഗ് പോയിന്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ഒരുപോലെയാണോ വരിക? മിക്സിക്കും ഗ്രൈൻഡറിനും കൂടുതൽ വേണം, മൊബൈലിന് അത്രയും വേണ്ട, അല്ലേ? വ്യത്യാസമുണ്ട്. ഇതുപോലെ ഭാരതത്തിനെ നിലനിർത്തുന്ന ഭാരതത്തിൻ്റെ പവർ ഹൗസാണ് ഈ 52 ശക്തിപീഠങ്ങൾ. മാത്രമല്ല 12 ജ്യോതിർലിംഗങ്ങൾ. പേര് കേട്ടാൽ തന്നെ അറിയാം, അല്ലേ? ജ്യോതിസിൻ്റെ രൂപത്തിൽ വളരെയധികം അഗ്നി തുല്യമായിട്ട് പ്രകാശിക്കുന്ന, കാരണം അഗ്നിക്കൊക്കെ എന്താണ്, വളരെയധികം ശക്തി കൂടുതലാണ്, അല്ലേ? സാധാരണ നമ്മൾ ഇവിടെ ചൂടുണ്ട്, ഇപ്പം മഴയാണെങ്കിൽ പോലും നമ്മൾ അന്തരീക്ഷത്തിൽ ചൂടുണ്ട്. ആ ചൂടാണോ അഗ്നിയുടെ ചൂട്? അഗ്നിക്ക് ചൂട് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇതെല്ലാം ഊർജത്തിൻ്റെ ഓരോരോ ഭാവങ്ങളാണ്. 12 ജ്യോതിർലിംഗങ്ങൾ എന്താണ്? വളരെയധികം ഊർജം പ്രവഹിക്കുന്ന സ്ഥലങ്ങളാണ്. ഏതൊക്കെയാണ്? സൗരാഷ്ട്രേ സോമനാഥം ച, ശ്രീശൈലേ മല്ലികാർജുനം, ഉജ്ജയിന്യാ മഹാകാലം, ഓംകാരം അമലേശ്വരം, പരല്യാം വൈദ്യനാഥം ച, ഡാകിന്യാം ഭീമശങ്കരം, സേതുബന്ധേതു രാമേശം, നാഗേശം ദാരുകാവനെ, വാരണസ്യാന്തു വിശ്വേശം, ത്രംബകം ഗൗതമീതടേ, ഹിമാലയേതു കേദാരം, കൃഷ്ണേശം ശിവാലയേ. ഏതാനി ജ്യോതിർലിംഗാനി സായപ്രാതപഠേന്നര, സപ്തജന്മ കൃതം പാപം സ്മരണേന വിനശ്യതി. അപ്പം ഇവിടെയൊക്കെ പോവുകയും അല്ലെങ്കിൽ അതിനെ സ്മരിക്കുകയും ചെയ്താൽ തന്നെ നമ്മളുടെ 7 ജന്മങ്ങളിലെ പാപം പോകുന്നതാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം ഈ 12 ജ്യോതിർലിംഗങ്ങളും ഭാരതത്തിൻ്റെ പവർ ഹൗസാണ്. അതുപോലെ തന്നെ ഓരോരോ ദേവനും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ. മഹാവിഷ്ണുവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥലമാണ് ബദരി. അവിടെ ആ പവർ ശക്തി വളരെ കൂടുതലായിരിക്കും. സരസ്വതി ദേവിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥലമാണ് കാശ്മീർ. അതാണ് കാശ്മീര ഭൂമിക്ക് ഇത്രമാത്രം പ്രത്യേകത. നമ്മൾ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലം കാശ്മീരാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? സരസ്വതി ദേവി വേദങ്ങളിൽ പരാമർശമുള്ള ദേവിയാണ്. സരസ്വതി ദേവിക്ക് കവചമുണ്ട്. സരസ്വതി ദേവിയുടെ പേരിൽ ഉപനിഷത്തുണ്ട്, സരസ്വതി രഹസ്യ ഉപനിഷത്ത്. സരസ്വതി ദേവിയുടെ പേരിൽ നദിയുണ്ട്. സരസ്വതി രഹസ്യ ഉപനിഷത്തിൽ പറയുന്നു, നമോ ശാരദേ ദേവി കാശ്മീരപുരവാസിനി. ശാരദ എന്നാൽ സരസ്വതി ദേവിയാണ്, അറിവ് കൊടുക്കുന്നവൾ എന്നാണ്, കാശ്മീര നാമമാണ്. അവിടെ സരസ്വതി രഹസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, നമോ ശാരദേ ദേവി കാശ്മീരപുരവാസിനി. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സർവജ്ഞപീഠം, അറിവിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്താൻ കാശ്മീരിൽ പോയത്. അല്ലാതെ 2-3 പണ്ഡിതന്മാരെ തോൽപ്പിക്കാനായിട്ടല്ല. അറിവിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? കാശ്മീരാണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ അറിവിരിക്കുന്നത് ശിരസിലാണ്. ഭാരതത്തിൻ്റെ ശിരസ് ഏതാണ്?
കാശ്മീർ. അപ്പോൾ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലം ഏതായിരിക്കും? ശിരസ്സായിരിക്കും. അതാണ് കാശ്മീർ. അതുകൊണ്ടാണ് ശാരദാ പീഠം അവിടെയുള്ളത്, സർവജ്ഞപീഠം കയറിയത്. അതുകൊണ്ടാണത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് പറയുന്നത്. അപ്പം ഇവയെല്ലാം ഭാരതത്തിൻ്റെ എനർജി കേന്ദ്രങ്ങളാണ്, ഭാരതത്തിൻ്റെ ചൈതന്യത്തെ നിലനിർത്തുന്ന സ്ഥലങ്ങളാണ്. ഒരു പക്ഷേ നമ്മളെക്കാളും ഇത് മനസ്സിലാക്കിയത് മുഗളന്മാരും അക്രമകാരികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരേറ്റവും കൂടുതൽ ഉന്നം വെച്ചത് ഈ സ്ഥലങ്ങളെയാണ് ആക്രമിക്കാനായിട്ട്. പക്ഷെ പലരും പറയാറുണ്ട് ഈ ആക്രമിച്ചതെല്ലാം സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നുവെന്ന്. സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രങ്ങളിലുള്ളതിലും സമ്പത്ത് അന്നത്തെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ആക്രമിച്ച രീതി നോക്കിയാൽ മനസ്സിലാകും അതിലെ ശക്തി ഇല്ലാതാക്കാനായിട്ടാണ്. ഭുവനേശ്വറിൽ ചൗസറ്റ് യോഗിനി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. 64 യോഗിനികളുടെ ക്ഷേത്രം, ചെറിയ ക്ഷേത്രമാണ്. ചുറ്റും 64 യോഗിനികളുടെ ചെറിയ പ്രതിഷ്ഠയുണ്ട്. യോഗിനികൾ എന്താണ് പൊതുവെ ചെയ്യുക? കാശിയിലും യോഗിനി ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ കാലഭൈരവ ക്ഷേത്രങ്ങളുണ്ട്. ഇവ പൊതുവെ ആ ദേശത്തെ സംരക്ഷിക്കുന്നവരാണ്. ഈ 64 യോഗിനികളുടെയും വിഗ്രഹങ്ങളുടെ ഒന്നുകിൽ കൈ മുറിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും, തകർത്തിട്ടുണ്ടായിരിക്കും, മുഖം കളഞ്ഞിട്ടുണ്ടായിരിക്കും, കാലില്ലാതെ ആക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരൂപമാണ്, റെപ്ലിക്കയാണ്. നമ്മുടെ കൈ മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ ശക്തിയുടെ അവസ്ഥ എന്താവും? ശക്തി വളരെയധികം കുറയും. അതുകൊണ്ട് നോക്കിയാൽ അറിയാം, ഒരു വിഗ്രഹവും പൂർണ്ണമായിട്ട് തകർത്തിട്ടില്ല. ശിവലിംഗം ഉണ്ടെങ്കിൽ നടുവേ അതങ്ങ് മുറിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ഷേത്രമാണെങ്കിൽ പോലും അതിൻ്റെ മതിലൊക്കെ തകർത്തിട്ടുണ്ടായിരിക്കും. അവർക്കറിയാം അതുകൊണ്ട് ചൈതന്യം പോകുമെന്ന്. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ ഊർജ കേന്ദ്രങ്ങളാണ് എന്ത്? ക്ഷേത്രങ്ങൾ. ഇനി ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിൽ ചൈതന്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ വേദിയിലൊക്കെ വന്നിരുന്ന് പറയാൻ നല്ല സുഖമാണ്, കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കും നല്ല സുഖമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വരുമ്പോഴോ പ്രകൃതിയിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമുക്കായിട്ടില്ല. നമുക്ക് പതുക്കെ പതുക്കെ പിച്ച വെച്ച് മനസ്സിലാക്കി വരാനേ പറ്റൂ. 20 സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് ഡോക്ടർ നാളെ തൊട്ട് ഒരു സിഗരറ്റും വലിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആദ്യം തന്നെ അദ്ദേഹം ഒരു നല്ല ഡോക്ടറല്ല. ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന് പറയണ അടുത്ത ആഴ്ച ഒരു 18 ആക്കാവോ, അതിൻ്റെ അടുത്ത ആഴ്ച ഒരു 16 ആക്കാവോ, ഇങ്ങനെ ക്രമാനുഗതമായിട്ടേ പറ്റൂ. അതുപോലെ പെട്ടെന്ന് നമ്മളോട് വന്നിട്ട് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ആചാര്യന്മാരെന്തു പറഞ്ഞു? നീ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ടെന്നൊന്നും വിചാരിക്കണ്ട, ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനുണ്ടെന്ന് കാണുക. എത്ര സമാധാനമുണ്ട്! ആകെ ഒരെണ്ണത്തിൽ ഈശ്വരനുണ്ടെന്ന് കണ്ടാൽ മതി. ഇനി ഈ വിഗ്രഹത്തിൽ എങ്ങനെയാണ് ചൈതന്യം ഉണ്ടാകുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശക്തി ഉണ്ടല്ലോ. ഒന്ന്, ഈ വിഗ്രഹങ്ങൾ ഒരു ശില കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞു ആ ശിലയിൽ ഒരു ഊർജമുണ്ട്, ശക്തിയുണ്ട്. പക്ഷെ അത്രമാത്രം ഊർജമാണോ ഇവിടെ? ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് പവർ ഹൗസാണ്. അപ്പം ഇത്രമാത്രം ഊർജം ഇവിടെ എങ്ങനെ വന്നു? അതിന് ആദ്യം ശില്പം കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ വിഗ്രഹമെന്നല്ല പറയുന്നത്. എന്താ പറയുക? ശില്പം എന്നാണ് പറയുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? തിരുമേനിയും തന്ത്രിയും എല്ലാം ധാരാളം ചടങ്ങുകൾ ചെയ്യും. അതിനുശേഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് തന്ത്രി ഒരു കലശക്കുടം മുന്നിൽ വെച്ച് അതിൽ ജലവും ദർഭപ്പുല്ലും എല്ലാം ഇട്ടതിന് ശേഷം ധാരാളം മന്ത്രങ്ങൾ ചൊല്ലും. അപ്പോൾ നമ്മൾ പറയും ഈ ജലം മന്ത്രപൂരിതമായി എന്ന് പറയും. ഈ മന്ത്രപൂരിതമായിട്ടുള്ള ജലം എന്ത് ചെയ്യും? ശില്പത്തിലേക്ക് അഭിഷേകം ചെയ്യും. അപ്പോൾ ശില്പം എന്തായി മാറി? വിഗ്രഹമായി എന്നും അതിന് എന്താണ്? ജീവൻ വെച്ചു, പ്രാണപ്രതിഷ്ഠ നടത്തി എന്നല്ലേ പറയാ. അയോധ്യയിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി എന്നല്ലേ പറയാ. പ്രാണൻ വന്നു, അതിന് ജീവൻ വന്നു എന്ന് നമ്മൾ പറയും.
അതെങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇതെങ്ങനെയാ സംഭവിക്കുക? അതിന് കാരണം നമ്മൾ ഈ വെക്കുന്നത് ജലമാണ് എന്നുള്ളതാണ്. പനിനീരല്ല, ഇളനീരല്ല, ജലമാണ്. ജലത്തിന് ചില പ്രത്യേകതകളുണ്ട്. സ്കൂളിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ പഠിക്കും അല്ലേ? വാട്ടർ ഇസ് എ വെരി ഗുഡ് കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്? എനർജി ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നതാണ് ജലം. എനർജിയെ നന്നായിട്ട് കടത്തിവിടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എനർജിയെ സ്വീകരിക്കണം, അത് കഴിഞ്ഞ് വേണം കടത്തിവിടാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, മുങ്ങൽ വിദഗ്ധർ തലയിൽ ലൈറ്റ് വെച്ചിട്ടാണ് ജലത്തിനടിയിലൂടെ പോകുന്നത്. എന്തുകൊണ്ടാണ്? വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും, ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ മറുവശം. വെള്ളത്തിലൂടെ ശബ്ദം പാസ് ചെയ്യും, വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി നന്നായിട്ട് പാസ് ചെയ്യും. അപ്പോൾ തന്ത്രി ഇവിടെ ഇരുന്ന് മന്ത്രം ചൊല്ലുമ്പോൾ തന്ത്രിയുടെ ശരീരത്തിലെ ഊർജം എന്തായിട്ട് പുറത്തു വരും? ശബ്ദ ഊർജമായിട്ട് പുറത്തു വരും അല്ലേ? ഞാൻ കഴിഞ്ഞ 2 ദിവസം കഴിച്ച ആഹാരത്തിലെ ഊർജമാണ് ഇവിടെ ശബ്ദ ഊർജമായിട്ട് പുറത്തു വരുന്നത്. ഈ ശബ്ദ ഊർജത്തിനെ എന്തു ചെയ്യും? മുന്നിലിരിക്കുന്ന ജലം വലിച്ചെടുക്കും. കാരണം ജലത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ജലം ഏത് ഊർജത്തിനെയും വലിച്ചെടുക്കും. ഈ ഊർജം ഉൾപ്പെടുന്ന ജലം അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ എന്തു ചെയ്യും? വെള്ളത്തിൽ നിന്നും ഈ ഊർജം റിലീസ് ചെയ്യപ്പെടും. അത് ഏതിലേക്ക് വരും? ആ ശില്പത്തിലേക്ക് വരും. അപ്പോൾ ആ ശില്പത്തിൽ ഊർജം വന്നു, കുറച്ചുകൂടി ഊർജം വന്നു. ഈ ഊർജം ആരുടെ ഊർജമാണ്? തന്ത്രിയുടെ ഊർജം. അതുകൊണ്ടാണ് ഭഗവാന്റെ അച്ഛനാണ് തന്ത്രി എന്ന് പറയുന്നത്. കാരണം ആരാണ്? തന്ത്രിയുടെ ഊർജമാണ്, തന്ത്രിയാണ് ജീവൻ കൊടുത്തത്. ഈ വിഗ്രഹത്തിന് ആദ്യ സമയത്ത് എത്ര ഊർജം കാണും? തന്ത്രിക്ക് എത്ര ഊർജമുണ്ടോ, നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജമുണ്ടോ, അതായിരിക്കും. ശബരിമലയിൽ 1-2 പ്രാവശ്യം തീ പിടിക്കലും ഒക്കെ ഉണ്ടായല്ലോ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ സമയത്ത് പിന്നീടാണ് ശബരിമല ക്ഷേത്രം ഇത്രമാത്രം പ്രശസ്തി ആർജിച്ചത്. അപ്പം അത് പറയും, കണ്ഠരര് പ്രഭാകരര് അദ്ദേഹമൊക്കെയാണെന്ന് പ്രതിഷ്ഠ നടത്തിയത്. ആ തന്ത്രിയുടെ ചൈതന്യത്തിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്. എല്ലാ കാലവും തന്ത്രിയുടെ മാത്രമല്ല, ഭക്തജനങ്ങളുടെ ചൈതന്യം പോലും ഇവിടെ ബാധകമാണ്. എങ്കിലും തുടക്കത്തിൽ ആ പ്രതിഷ്ഠ നടത്തിയയാളുടെ ചൈതന്യം അതിൽ ബാധകമാണ്. അതുകൊണ്ടാണ് ഈ തിരുമേനിമാരായിട്ടുള്ളവർ വളരെ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ഈ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ചെയ്യുന്നവരോടാണ്. അവർ തൻ്റെ ജീവിതത്തെ മുഴുവൻ സാത്വികമാക്കി വെച്ച് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ, കഴിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ പൊതുവെ സാത്വികരായിട്ടുള്ളവരുടെ കാര്യമാണ് പറയാം. തൻ്റെ ജീവിതത്തിൽ പല സുഖങ്ങളെയും, ഇന്ന് പറയുന്ന പല സുഖങ്ങൾ, മദ്യവും മാംസവും ഒന്നും കഴിക്കാതെ അവർ ഈ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നിലകൊള്ളുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സമാധാനമായിട്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? മത്സ്യമാംസാദികൾ കഴിച്ചാൽ എന്താണ് പ്രശ്നം? നമ്മളോട് ക്ഷേത്രത്തിൽ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മത്സ്യമാംസം കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ 8 മണിക്കൂർ എടുക്കും, 7 മണിക്കൂർ. വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ 2-3 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും, കഴിഞ്ഞ 2 ദിവസം കഴിച്ച ആഹാരത്തിൽ നിന്ന് കിട്ടിയ ഊർജം വെച്ച് വേണം വീണ്ടും നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ. വളരെയധികം ഊർജം ഇത് ദഹിപ്പിക്കാനായിട്ട് പോകുന്നു. പിന്നെയുള്ള വളരെ കുറച്ച് ഊർജം വെച്ച് വേണം നമ്മൾ മറ്റു പ്രവൃത്തികൾ ചെയ്യാൻ. തന്ത്രിയുടെ ശരീരത്തിൽ എത്രമാത്രം ഊർജം നിലനിൽക്കുന്നുവോ അതായിരിക്കും അങ്ങോട്ട് മാറ്റപ്പെടുക. അതുകൊണ്ടാണ് അവർ വളരെ സാത്വികരായിട്ടൊക്കെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആ വിഗ്രഹമായി മാറിയതിന് മേൽശാന്തിയും മറ്റും ധാരാളം മന്ത്രങ്ങളൊക്കെ ചൊല്ലി. ഇപ്പം ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ തന്ത്രിയെ നമസ്കരിച്ചാൽ പോരെ, പൂജിച്ചാൽ പോരെ? തന്ത്രി ക്ഷേത്രത്തിൽ വിഗ്രഹം ഇരിക്കുന്ന പോലെയാണോ ഇരിക്കുക? വീണ്ടും ഭൗതിക ലോകത്തിൽ വന്ന് എല്ലാവരുമായിട്ട് ഇടപഴകുന്നു അല്ലേ? സ്ത്രീ സംസർഗമൊക്കെ ഉണ്ട്, പലതരത്തിൽ ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. വിഗ്രഹമാവുമ്പോൾ മേൽശാന്തിയും മറ്റും വീണ്ടും മന്ത്രമൊക്കെ ചെയ്ത് പല ക്രിയകളിലൂടെയും, പിന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ ശക്തിയുണ്ട്, ഇതിനെല്ലാം ഈ വിഗ്രഹം ആവാഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹം എന്തായിട്ട് മാറുന്നു? ഒരു പവർ ഹൗസായിട്ട് മാറുന്നു. എനർജി വളരെ കൂടുതലാണ്. ഈ എനർജിയെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത്.
അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നാൽ കുടുകൂടെ എഴുന്നേറ്റ് പോകരുത് എന്ന് പറയുന്നത്. ഈ എനർജിയെ നമുക്കിനി എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പറ്റും? ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് പോയാൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോയി നിന്നാൽ എന്ത് ചെയ്യും? ആ ചൂട് നമ്മളിലേക്ക് പ്രവേശിക്കും. എത്രമാത്രം നമുക്ക് താങ്ങാൻ പറ്റും? നമുക്ക് താങ്ങാൻ എത്ര കപ്പാസിറ്റി ഉണ്ടോ അത്രയും താങ്ങാൻ പറ്റും, അല്ലേ? ഇതുപോലെ തന്നെയാണ് ക്ഷേത്ര ചൈതന്യം. ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എന്ത് വേണം? സാധാരണ പറയും നടുവിൽ പോയി നിൽക്കരുത്. കാരണം ചൈതന്യം തരംഗരൂപത്തിലാണ് സഞ്ചരിക്കുക, അല്ലേ? ഊർജം തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയും. അപ്പം എന്താണ്? വശങ്ങളിൽ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. ഇത് തന്നെയാണ് നിർമാല്യ ദർശനത്തിൻ്റെ പ്രാധാന്യവും. നിർമാല്യ ദർശന സമയത്ത് എന്താണ് പ്രത്യേകത? മേൽശാന്തി ക്ഷേത്രത്തിൽ വന്ന് വിഗ്രഹത്തിൽ സ്പർശിക്കില്ല, വിളക്ക് മാത്രം കൊളുത്തും, അല്ലേ? ഭഗവാൻ രാത്രി മുഴുവൻ യോഗനിദ്രയിലാണ്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള യോഗശക്തിയോടുകൂടിയാണ് ഭഗവാൻ നിലനിൽക്കുക. ആ സമയത്ത് മേൽശാന്തി പോലും സ്പർശിച്ച് അദ്ദേഹത്തിൻ്റെ ഊർജം അങ്ങോട്ട് വന്നിട്ടില്ല. പരിശുദ്ധമായ യോഗീഭാവത്തിലുള്ള ഭഗവാനെ തൊഴുമ്പോൾ അത്രയും പരിശുദ്ധമായിട്ടുള്ള ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് നിർമാല്യ ദർശനത്തിൻ്റെ പ്രാധാന്യം. അതായത് ക്ഷേത്രം എന്നാൽ ഒരു പവർ ഹൗസ് ആണ് എന്ന് ചുരുക്കം. ഈ ചൈതന്യം എത്രമാത്രം ഇവിടെ ചുറ്റളവിൽ കാണും? ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ ഗോപുരം കാണും. ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു താഴികക്കുടം കാണും. ആ താഴികക്കുടത്തിനും കുംഭാഭിഷേകവും ഒക്കെ ചെയ്ത് വീണ്ടും ഇതുപോലെ മന്ത്രമൊക്കെ ചൊല്ലി ചൈതന്യവൽക്കരിച്ചതായിരിക്കും. 72 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ചൈതന്യം വ്യാപിക്കും എന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ളവർ ക്ഷേത്രത്തിനടുക്കൽ ജീവിക്കാൻ താല്പര്യം കാണിച്ചിരുന്നത്. മധുര ക്ഷേത്രം നോക്കിയാൽ എല്ലാ തെരുവുകളും വന്ന് അവസാനിക്കുന്നത് മധുര ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേത്രത്തിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. പൊട്ടിപ്പൊളിഞ്ഞതുമായിട്ടുള്ള വസ്തുക്കളൊന്നും ഇടാതെ, നെഗറ്റീവായിട്ടുള്ള ഊർജമൊന്നുമില്ലാതെ ക്ഷേത്രം എത്ര അഭിവൃദ്ധി പ്രാപിക്കുന്നുവോ അതിനനുസരിച്ച് അവിടെയുള്ള നാട്ടുകാർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പറയുന്നതിൻ്റെ സാരമിതാണ്. അത്രമാത്രം നല്ല ഒരു ഊർജം ആ അന്തരീക്ഷത്തിൽ പ്രസരിക്കും. അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, വിഗ്രഹത്തിൻ്റെയും പ്രാധാന്യം. നമ്മൾ ശയനപ്രദക്ഷിണം ഒക്കെ ചെയ്യുന്നതാണ്. ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരമാസകലം എന്താണ്? ആ ഊർജം വരും. അതുപോലെ വളരെ സജ്ജനങ്ങളായിട്ടുള്ളവർ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവരുടെ പാദധൂളി, അല്ലേ? ശ്രീകൃഷ്ണൻ്റെ ആ ഗോപികമാരുടെ പാദധൂളിയൊക്കെ പറയില്ലേ? അപ്പോൾ അതുപോലെ ആ പാദധൂളിയിൽ ആ ഊർജമുണ്ട്. കാരണം എന്താണ്? സ്പർശത്തിലൂടെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിൽ കയറി പിടിച്ചാൽ എൻ്റെ കയ്യിലേക്ക് ആ ചൂട് വരുമോ ഇല്ലയോ? തീർച്ചയായിട്ടും വരും. സ്പർശത്തിലൂടെ ഊർജ കൈമാറ്റം നടക്കും. അതുകൊണ്ടാണ് നമ്മളോട് മേൽശാന്തിയും തന്ത്രിയും ഒന്നും സ്പർശിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് കുശുമ്പും കുന്നായ്മയൊക്കെ കാണും. നമ്മളുടെ മനസ്സിൽ എന്താണോ ചിന്ത അതിനനുസരിച്ചുള്ള ഊർജവും തരംഗങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഇത് വന്ന് മേൽശാന്തിയെ തൊടുമ്പോൾ ആ ഊർജം വെച്ച് സ്പർശത്തിലൂടെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടും. ഇതാണ് മേൽശാന്തി വിഗ്രഹത്തിലേക്ക് സ്പർശിക്കുന്നത്. അതാണ് പലപ്പോഴും ചൈതന്യ ലോപം സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതുകൊണ്ടാണ് എച്ചിലും മറ്റും നോക്കണം എന്ന് പറയുന്നത്. എല്ലാവരും നോക്കണം എന്നല്ല, പക്ഷെ ഈ നോക്കാൻ പറഞ്ഞിരിക്കുന്ന മഹാത്മാക്കളൊക്കെ മണ്ടന്മാരാണെന്ന് നമ്മൾ പറയരുത്, അല്ലേ? നമ്മളൊരു തവി കൊണ്ടൊരു സാധനം ഒഴിച്ചാൽ അതവിടെ വെച്ചാൽ അടുത്തയാളെ തവിയിൽ തൊടുമ്പോൾ ആദ്യം തൊട്ടയാളുടെ ഊർജം അതിലുണ്ട്. സാധന ചെയ്യുന്നവർ അവർ ഉപയോഗിക്കുന്ന ആ ഇരിക്കാനുള്ള വിരിപ്പ് വേറെ ആരും ഇരിക്കാൻ കൊടുക്കരുത് പറയില്ലേ? ഇതെല്ലാം അതാണ്. നമ്മൾ എവിടെ തൊടുന്നോ എവിടെ ഇരിക്കുന്നോ അവിടെയെല്ലാം നമ്മളുടെ ഊർജം നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെ വേണമെങ്കിൽ, ഇവിടെ താന്ത്രിക വിധി പ്രകാരമാണ്, ഇവിടെ വിഗ്രഹത്തിൽ നമുക്ക് സ്പർശിക്കാൻ പാടില്ല. അവിടെ പോകുമ്പോൾ നമുക്ക് വിഗ്രഹത്തിൽ സ്പർശിക്കാം. പക്ഷെ നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ തൊടണം. ആ ഊർജം അതിൽ നിന്നുള്ളത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇതുകൊണ്ടാണ് തീർത്ഥാടനം ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ 52 ശക്തിപീഠങ്ങളിലൊക്കെ ഊർജം വളരെ കൂടുതലാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് വന്നാൽ, ഇനി ഈ വേദമന്ത്രങ്ങളുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞാൽ ആദ്യം വേദം എന്താണ് എന്ന് അറിയണം.
വേദം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേദമന്ത്രങ്ങൾ എന്താണ്, അതിലെ ചൈതന്യം എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ വിഗ്രഹത്തിനൊരു ചൈതന്യമുണ്ട് എന്ന് മനസ്സിലായി. ഈ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താണ്, അത്രമാത്രം നമുക്ക് ഐശ്വര്യമുണ്ടാവും അല്ലേ. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ചടങ്ങുകൾ ഇതൊക്കെയാണ്, അതല്ലാതെ ഗാനമേളയൊന്നും അല്ല. ക്ഷേത്രത്തിൻ്റെ ധർമ്മം എന്താണ്? ഇപ്പം ഇവിടുത്തെ ഇത്രയും കാലമായിട്ട് ഈ മുറജപവും വേദജപവും നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എത്രമാത്രം ഒരു ക്ഷേത്രത്തിൻ്റെ ധർമ്മം എത്ര കൃത്യമായിട്ട് നടത്തണതോ അത് മനസ്സിലാക്കി ചെയ്യുന്നവരാണ് ഇവരെന്ന് എനിക്ക് തോന്നി. കാരണം ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടത്തേണ്ടത് ഒന്നിത്, 2 സത്സംഗം, ഭഗവത് കഥകൾ കീർത്തിക്കുക, ജനങ്ങളെ അറിവിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ പ്രാധാന്യം, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്ന ഏതാണ്? വേദമാണ്. വേദത്തിൻ്റെ സാമാന്യ അർത്ഥമാണ് അറിവ്. അറിവ് ജനങ്ങളിലേക്ക്, സനാതനധർമ്മത്തിനെ പറ്റി അറിവുണ്ടാക്കുന്ന സത്സംഗങ്ങൾ നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം. നാമജപങ്ങൾ ഉണ്ടായിരിക്കണം, സമൂഹ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം, വേദമന്ത്ര ജപങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി ഈ വേദം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ടുള്ള അർത്ഥം അറിവാണ് എന്ന് പറഞ്ഞു. വേത്യാനേന ഇതി വേദഃ എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ, ആശയത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ്. ഈ അറിവ് എന്ന് പറയുന്നതും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ, തൊടാൻ പറ്റുന്നൊന്നുമല്ല. പക്ഷെ ഈ അറിവ് എവിടുന്ന് വന്നു? ഗ്രന്ഥം എന്നുള്ളതൊക്കെ പോട്ടെ, അതെല്ലാം പിന്നീട് വന്നതാണ്. ഈ വേദം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നത്? ആരാണ് രചിച്ചത്? അങ്ങനെ ഒരാളുണ്ടോ? ഇതിന് പറയുന്ന പേര് വേദം അപൗരുഷേയമാണ് എന്ന് പറയും. നമ്മളുടെ മനസ്സിൽ വിചാരം എന്താണെന്നറിയോ? അപൗരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷനാൽ എഴുതപ്പെട്ടതല്ല എന്നാണ് നമ്മുടെ വിചാരം. ഇതങ്ങനെയല്ല. ഇതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾ രാമായണം എഴുതിയത് ആരാണ്? വാൽമീകി മഹർഷിയാണ്. അതിനു മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. ശ്രീമദ് ഭാഗവതം ആരെഴുതി? വ്യാസഭഗവാൻ എഴുതി. അതിനു മുമ്പ് അതേപോലെ ശ്രീമദ് ഭാഗവതം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അത് പൗരുഷേയം ആണ്. ആ പൗരുഷേയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ വേദത്തിലെ അറിവുകൾ ഏതെടുത്തു നോക്കിയാലും അത് അതിനു മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിനെ നോക്കിയാൽ അദ്ദേഹത്തിന് മുമ്പ് ആരോ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഈ അറിവ് അനന്തമായിട്ട് ഏതോ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും പുറപ്പെട്ടതാണെന്ന് മനസ്സിലാവും. അത് ഗുരുപരമ്പരാ സ്തോത്രം കേട്ടാൽ മനസ്സിലാകും. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മഥാസ്യ ശിഷ്യ. ഒത്തിരിയുണ്ട്. നാരായണം എവിടുന്ന് തുടങ്ങി എന്നാണ് പറയുക? ഗുരുപരമ്പര. നാരായണം പത്മഭുവം, നാരായണൻ പുത്രനായിട്ടുള്ള ബ്രഹ്മാവിന്, ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള നാരായണം പത്മഭുവം വസിഷ്ഠം തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം. പിന്നെ ശങ്കരാചാര്യരുടെ പരമ്പര. അവസാനം എൻ്റെയും കൂടെ ഗുരുവാകുന്ന ഗുരുപരമ്പരയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. ഇതാണ് വേദത്തിലെ അറിവുകൾ അപൗരുഷേയമാണ് എന്ന് പറയുന്നത്. ഇനി ഈ അറിവുകൾ നമുക്ക് ആര് തന്നു? സാധാരണ ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ആചാര്യന്മാർ ഇന്ന് മണ്ടന്മാരാണ്, ഇത് പേരെഴുതി വെക്കണ്ടായിരുന്നോ എന്ന്. അവർ പേരെഴുതി വെക്കാത്തത് അവർക്കറിയാം, ഇത് അവർ കണ്ടുപിടിച്ചതല്ല, ഇത് പണ്ടേ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അവകാശം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഓരോ പേറ്റൻ്റ് ഒക്കെ എടുക്കില്ലേ, അത് നമ്മളുടേതല്ല എന്നറിയാവുന്ന, നമ്മളെക്കാളും ഒരു ഉയർന്ന തലത്തിലുള്ള ചിന്താഗതി അവർക്കുള്ളത് കൊണ്ടാണ്. ഇതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ ഋഷീശ്വരന്മാർ ഏതെങ്കിലും ഒരു കാര്യം അറിയാനായി നിരന്തരമായി അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഐൻസ്റ്റീനോട് അല്ലെങ്കിൽ ന്യൂട്ടനോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പൊതുവെ അധികം സംസാരിക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റിയുള്ള അറിവുകൾ ഉള്ളിൽ നിന്ന് വരും. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, നാളെ പെട്ടെന്ന് ഒരു 1,00,000 രൂപ വേണം. ഓടി നടന്ന് എല്ലാവരോടും ചോദിക്കുകയാണോ?
നമ്മളെവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന് ചിന്തിക്കും ഇതിനെന്താ വഴിയെന്ന്. മനസ്സിലുള്ളിൽ നിന്ന് തന്നെ 2-3 വഴികൾ വരും. നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കും. ഈ വഴി എവിടെ നിന്ന് വന്നു? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. ചില ആശയങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ തോന്നിയിട്ടില്ല, അയ്യോ എന്തൊരു ബുദ്ധിയാണ് എനിക്ക്, ഞാൻ എത്ര നല്ല രീതിയിലാണ് ആലോചിച്ച് കണ്ടുപിടിച്ചത് എന്നൊക്കെ, അല്ലേ? ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള അറിവുകൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഋഷീശ്വരന്മാർ വളരെയധികം കാലം തപസ് ചെയ്തു. അവർ ലോക നന്മയ്ക്കായിട്ടാണ് ഈ അറിവുകൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഭൂഗുരുത്വ ആകർഷണ നിയമം, ഇത് നമ്മളിന്ന് ഓരോരുത്തർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും ഭൂമിയുള്ള കാലം തൊട്ട് ഈ അറിവുണ്ട്. നമുക്ക് മനസ്സിലായത് പിന്നീടാണ്, അല്ലേ? ഋഷീശ്വരന്മാർ ഇതുപോലുള്ള അറിവുകൾക്കായി തപസ് ചെയ്തപ്പോൾ, തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ ധാരാളം അറിവുകൾ വെളിപ്പെട്ട് വന്നു. ഈ അറിവുകളെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അത് ആർക്കൊക്കെയാണ്? ധാരാളം ഋഷീശ്വരന്മാർക്കത് വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏതാണോ അനുഭവ തലത്തിലെത്തിയത് അതിനെ മാത്രമേ അവർ സ്വീകരിച്ചുള്ളൂ. സാക്ഷാത്കരിക്കപ്പെട്ട അറിവുകളെ മാത്രം അവർ സ്വീകരിച്ചു. അങ്ങനെ വസിഷ്ഠ മഹർഷിയാണെങ്കിലും വിശ്വാമിത്ര മഹർഷിയാണെങ്കിലും വസിഷ്ഠ മഹർഷി 104 സൂക്തങ്ങൾ ദർശിച്ചു എന്നാണ് പറയുന്നത്. അഗസ്ത്യ മഹർഷി 27 സൂക്തങ്ങൾ, വാമദേവ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും 56 സൂക്തങ്ങൾ ദർശിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ആ ഗായത്രി മന്ത്രം നമുക്ക് സമ്മാനിച്ചത്, അല്ലേ, വിശ്വാമിത്ര മഹർഷിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ ലഭിച്ചത്. വിശ്വത്തിനെ മിത്രമാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് ലഭിച്ചത്. ഋഷികമാരും ഉണ്ടായിരുന്നു. ഋഷികമാര് എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ളവർ ഈ മന്ത്രത്തെ ദർശിച്ചവർ. മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇട ഈ വേദമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. യജ്ഞാൻ കാശിനി എന്നാണ് പദം. യജ്ഞാൻ കാശിനി എന്ന് പറഞ്ഞാൽ യജ്ഞതത്വം വളരെയധികം പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവൾ എന്നാണ് അർത്ഥം. മൈത്രേയി, അല്ലേ, മൈത്രേയിയെ പറ്റി പറയുന്നത് ബ്രഹ്മവാദിനി എന്നാണ്. ശങ്കരാചാര്യർ ബ്രഹ്മവാദിനി എന്നാണ് പലപ്പോഴും പദം ഉപയോഗിക്കുന്നത്. അതിന് കാരണം ബ്രഹ്മതത്വം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രഭാഷണം ചെയ്യാൻ കഴിവുള്ളവൾ എന്നാണ് അർത്ഥം. ബ്രഹ്മവാദിനി എന്നല്ല. കൗസല്യ അഗ്നിഹോത്രം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്കും വേദമന്ത്രങ്ങൾ വിഹിതമായിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള അറിവുകൾ പണ്ട് കാലത്ത് എന്താണ്? ശ്രുതി എന്നാണ് വേദത്തിനെ പറയുന്നത്. കേട്ട് കേട്ട് പഠിച്ച് പഠിച്ച് പോരുകയായിരുന്നു. പിന്നീട് വ്യാസഭഗവാൻ എന്തു ചെയ്തു? ഈ അറിവുകളെല്ലാം ക്രോഡീകരിച്ച് 3 എണ്ണമാക്കി ആദ്യം. അതിനാണ് ത്രയി എന്ന് പറയുന്നത്. വേദത്തിനൊരു മറ്റൊരു പേരുണ്ട്, ത്രയി. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം. പിന്നീട് ഇവയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട സൂക്തങ്ങളെല്ലാം എടുത്ത് ആണ് അഥർവവേദം ആക്കിയത്. ഇനി ഇതിൽ എത്രയുണ്ട്? ഗദ്യമാണോ പദ്യമാണോ? ഗദ്യവുമുണ്ട് പദ്യവുമുണ്ട്, പല രൂപത്തിലുണ്ട്. സാമമാണെങ്കിൽ എങ്ങനെയാണ്? ഗാനരൂപത്തിലുള്ളവയാണ്. ചില സൂക്തങ്ങൾ എല്ലാത്തിലുമുണ്ട്. ഇപ്പോൾ പുരുഷ സൂക്തം നോക്കിയാൽ 4 വേദങ്ങളിലും ഉണ്ട്. ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്, അഥർവവേദത്തിലുണ്ട്. സൂക്തത്തിന് മുമ്പുള്ള ആ വേദത്തിന് മുമ്പുള്ള പേര് കേട്ടാൽ ഇതെന്തിനാണെന്ന് മനസ്സിലാവും. ഋഗ്വേദം, ഹൃക്കുകളാണ്. കൂടുതലായിട്ടും ഭഗവാനെ സ്തുതിക്കുന്നതിനുള്ള സൂക്തങ്ങളാണ് അവയിലുള്ളത്. പുരുഷ സൂക്തം പോലെയുള്ളവ ഭഗവാനെ സ്തുതിക്കാനായിട്ട് ഉപയോഗിക്കാം. യജുർവേദമോ യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൂക്തങ്ങളാണ് കൂടുതൽ. നമ്മൾ രുദ്ര ഏകാദശിയൊക്കെ നടത്തുമ്പോൾ, ശ്രീരുദ്രമൊക്കെ ചൊല്ലുമ്പോൾ, അവിടെ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ. സാമവേദം ഗാനമായിട്ട് ചൊല്ലുന്ന. അഥർവവേദം പലപ്പോഴും നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ അഭീഷ്ട കാര്യസിദ്ധിക്കായിട്ടുള്ള പല കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വേദത്തിലുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദത്തിന് 4 ഭാഗങ്ങൾ ഉണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതിൽ സംഹിതാഭാഗം എന്ന് പറയുന്നതാണ് മന്ത്രങ്ങൾ, സൂക്തങ്ങൾ. അതിൻ്റെ അർത്ഥതലത്തിലേക്ക് വരുമ്പോഴാണത് ബ്രാഹ്മണം എന്നാകുന്നത്. പക്ഷെ ഈ ബ്രാഹ്മണം എന്ന് കേൾക്കുമ്പോൾ ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കരുത്, ജാതിയല്ല. ജാതിയാണ് പറയുന്നതെങ്കിൽ അവിടെ പുല്ലിംഗം ഉപയോഗിക്കണം. ഇവിടെ നപുംസക ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയിലെ സൂക്തങ്ങൾ
ആണ് പ്രധാനമായിട്ടും സംഹിതാഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ചൊല്ലുന്ന എന്തായിരിക്കും? ഈ സൂക്തങ്ങളാണ് സംഹിതാഭാഗത്തിലുള്ളവയാണ്. ഇനി ഇതിലുള്ള അറിവുകൾ എങ്ങനെയുള്ളവയാണ്? അതായത് അദ്വൈത സിദ്ധാന്തം അതൊക്കെയാണോ, ബ്രഹ്മത്തിനെ പറ്റിയൊക്കെയാണോ കൂടുതൽ പറയുന്നത്? ഏകദേശം വേദത്തിൽ 1,00,000 മുകളിൽ സൂക്തങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 80,000 മുകളിലും കർമ്മകാണ്ഡ പ്രധാനമാണ്. കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഉപാസനാകാണ്ഡം നമ്മൾ പറയും. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സൂക്തങ്ങളാണ്. പുത്രപ്രാപ്തി, അല്ലേ? നമ്മളിതൊക്കെ പറയത്തില്ലേ? പുത്രപ്രാപ്തി, ഗ്രഹപ്രാപ്തി, നല്ല വിവാഹം ഉണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യസാധ്യത്തിനായിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്തിട്ടല്ലേ ചെയ്തത്? വേദമന്ത്രങ്ങൾ ചൊല്ലി കുട്ടി ഉണ്ടായത്. പക്ഷെ ഈ വേദമന്ത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അലൗകികമായതിനെ നമുക്ക് തരുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ, മുമ്പ് ഞാൻ പറഞ്ഞു, ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടതിനെ മാത്രമല്ല വിശ്വസിക്കുന്നത്. ദൂരെ പുക കാണുമ്പോൾ, ഉപനിഷത്തിലെ ഉദാഹരണമാണ്. മലമുകളിൽ പുക കാണുമ്പോൾ നമുക്ക് എന്ത് അനുമാനിക്കാം? തീയുണ്ടെന്ന് അനുമാനിക്കാം. അവിടെ നമ്മൾ തീ കാണുന്നില്ല. അതായത് സനാതനധർമ്മത്തിൽ അനുമാനവും യുക്തിയും വളരെ ഉപയോഗിക്കുന്നതാണ്. ഈ അനുമാനവും യുക്തിയും പറ്റാത്തിടത്തോ അവിടെയാണ് വേദത്തിൻ്റെ സ്ഥാനം, അലൗകികമായിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു കൃഷിക്കാരൻ എല്ലാം നല്ലതുപോലെ കൃഷിത്തടമൊക്കെ റെഡിയാക്കി, എല്ലാം വിത്തുകളൊക്കെ വിതച്ച് എല്ലാം റെഡിയാക്കി. മഴ പെയ്യണം. അത് ചെയ്യിക്കാൻ പറ്റുമോ? കൃഷിക്കാരൻ്റെ കയ്യിലാണോ? മഴ പെയ്യിക്കാൻ പറ്റില്ല. അത് മാത്രം കയ്യിൽ നിന്ന് വിട്ടുപോയി. ബാക്കി എല്ലാം ചെയ്തു. എന്ത് ചെയ്താലും മഴ പെയ്യുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? അവിടെയാണ് മന്ത്രങ്ങളുള്ളത്. ആ വേദമന്ത്രങ്ങൾ, ഇത് അലൗകികമാണ്. നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൂഫ് എടുത്ത് കാണിക്കാൻ പറ്റില്ല. വേദമന്ത്രങ്ങൾ, മഴ പെയ്യാനുള്ള മന്ത്രങ്ങളുണ്ട്. ഇത് ചെയ്യും, ഇത് ചൊല്ലുമ്പോൾ മഴ പെയ്യുന്നു, അല്ലേ? ഇതാണ് അലൗകികമായതെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് നമ്മൾ മഴ പെയ്തത് കൊണ്ടാണെന്ന്. പക്ഷെ അനുഭവ തലത്തിൽ വരും. അതായത് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് കൊണ്ട് ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടിയുള്ള കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഈ 80,000. ഇനി ഉപാസനാകാണ്ഡത്തിൽ 16,000 സൂക്തങ്ങളുണ്ട്. അതിൽ തന്നെ 4,000 സൂക്തങ്ങൾ മാത്രമേ അദ്വൈതത്തിനെ പറ്റി പരാമർശിക്കുന്നുള്ളൂ. അതായത് വേദം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിൽ എല്ലാ സനാതനധർമ്മിക്കും വേണ്ടതല്ലേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ അതിൽ വേണ്ടേ? നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വേണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ വേദത്തിനെ നമ്മൾ കൊണ്ടു നടന്നിട്ട് എന്താണ് കാര്യം, അല്ലേ? അപ്പോൾ ഈ വേദത്തിൽ എല്ലാ തരത്തിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ജനനം തൊട്ട് മരണം വരെ ചെയ്യേണ്ട ക്രിയകളിലെല്ലാം ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുണ്ട്. മന്ത്രത്തിന് എന്താണ് ശക്തി? ഞാൻ എപ്പോഴും പറയും, ഒരു പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ശബ്ദത്തിന് ശക്തിയുണ്ട്. ഇല്ലെങ്കിൽ വേട്ടാവളി എന്നൊക്കെ പേരിട്ടാൽ പോരെ കുട്ടികൾക്ക്, അല്ലേ? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഇടാത്തത്? അപ്പോൾ ശബ്ദത്തിന് ശക്തിയുണ്ട്. വേദമന്ത്രങ്ങൾക്ക് വളരെയധികം, അക്ഷരങ്ങളുടെ കൂട്ടത്തിന് ശക്തിയുണ്ട്, അല്ലേ? അക്ഷരത്തിന് ശക്തിയുണ്ട്. അറിയാലോ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ മോശമായിട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. വാക്ക് വേണ്ട, ഒരു അക്ഷരം കേട്ടാൽ മതിയല്ലോ. നമുക്ക് വിഷമം വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലേ? മോശമായ വാക്കുകൾ ഒരാൾ നമ്മളിൽ പ്രയോഗിച്ചു കഴിയുമ്പോൾ. അപ്പോൾ വളരെ നല്ല പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശക്തി വളരെ കൂടുതലാണ്. വേദമന്ത്രങ്ങൾ വളരെയധികം ശക്തിയുള്ളതാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ് എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ വേദമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എന്താണ്, ആരാണ് കൂടുതൽ ജപിക്കുന്നത്? ബ്രാഹ്മണരായിട്ടുള്ളവർ ജപിക്കുന്നു എന്ന് പറയും. ഈ ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ജാതി മാത്രമല്ല പറയുന്നത്. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അവനവൻ്റെ പെരുമാറ്റം, അതായത് വളരെ ശാന്തശീലമുള്ളവൻ, കാര്യങ്ങൾ നല്ല ഗ്രഹിക്കാൻ കഴിവുള്ളവൻ, നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവൻ, അധികം എരിവും അധികം പുളിയും ഒന്നും ഇഷ്ടമില്ലാത്തവൻ, ഇങ്ങനെ സാത്വികനായിട്ടുള്ളവർക്ക് കുറേ ഗുണങ്ങളുണ്ട്.
സത്വഗുണം കൂടിയിരിക്കുന്നവൻ. എല്ലാവരും സത്വരജ തമോ ഗുണങ്ങളുടെ പെർമിറ്റേഷൻ കോമ്പിനേഷനാണ്. സത്വഗുണം ഏറിയിരിക്കുന്നവനെ ബ്രാഹ്മണൻ എന്ന് പറയും. അത് അമേരിക്കക്കാരനാണെങ്കിലും ശരി. അങ്ങനെയുള്ള ബ്രാഹ്മണൻ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലുമ്പോഴെന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വളരെ നല്ല ഊർജമാണ്, സാത്വികനായിട്ടിരിക്കുന്നുണ്ട്. ആ ഊർജം ഇത്രമാത്രം വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ ശബ്ദ ഊർജമായിട്ട് പുറത്തു വരുന്നു അല്ലേ. സാധാരണ എന്താ ഇവിടെ ചെയ്യുന്നത്, മുറജപം നടത്താറുണ്ട്. മുറജപത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ വേദം മുഴുവൻ ചൊല്ലി തീർക്കുകയാണ് ആ സംഹിത ഭാഗം. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കേരളത്തിൽ അഥർവവേദം അങ്ങനെയില്ല, 3 വേദങ്ങളും കൂടെ ചൊല്ലുന്നവരും ഇവിടെ ഇല്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം എന്ത് ചെയ്യും, ഋഗ്വേദത്തിൻ്റെ സംഹിതാഭാഗം മുഴുവൻ ചൊല്ലാൻ പോകുന്ന അറിയാവുന്ന ഒരു തിരുമേനി ഇരുന്ന് അത് മുഴുവൻ ചൊല്ലും. യജുർവേദം ചൊല്ലാൻ അറിയാവുന്ന തിരുമേനി ഇരുന്ന് അത് ചൊല്ലും. സാമവേദം ചൊല്ലാൻ അറിയാവുന്ന ഒരു തിരുമേനി അതിരുന്ന് ചൊല്ലും. മുറജപത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരിരുന്നിട്ട് മുന്നിൽ നെയ്യ് വെക്കും. നെയ്യിൽ ഒരു ദർഭ ഇടും, അതിൻ്റെ ഒരറ്റം പിടിച്ചിരിക്കും. എന്താണ് ഈ ദർഭയുടെ പ്രാധാന്യം? എവിടെ നോക്കിയാലും, ഗ്രഹണത്തിന് നോക്കിയാലും നമ്മൾ പറയില്ലേ, ഏതെങ്കിലും വസ്തു ചീത്തയാകുന്നുണ്ടെങ്കിൽ അതിന് ദർഭപ്പുല്ലിട്ട് വെച്ചാൽ മതി അല്ലേ. രാമായണത്തിൽ വാനരന്മാരെന്ത് ചെയ്തു, സമുദ്രത്തിൻ്റെ അറ്റം എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദർഭപ്പുല്ല് വിരിച്ചിട്ടാണ് കിടന്നത്. കാരണം മരിക്കുമ്പോൾ നമ്മളെ എന്തിലാണ് കിടത്തുക, ദർഭയിലാണ് കിടത്തുക. പിതൃതർപ്പണങ്ങൾ ചെയ്യുമ്പോഴും ദർഭയാണ്. അപ്പോൾ ഈ ദർഭയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഒന്ന്, ദർഭ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനമല്ല, ഇത് തന്നെ മുളയ്ക്കുന്നതാണ്. ഇതിൻ്റെ തുടക്കം ഒടുക്കം ഒന്നും അറിയില്ല, അങ്ങനെ ഒരു സാധനമാണ്. 2, വളരെയധികം ഊർജത്തിനെ ഈ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ദർഭയ്ക്കുണ്ട്. അപ്പം എന്താ ചെയ്യുക, ഒരു തിരുമേനി ഇരുന്ന് മന്ത്രം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വളരെയധികം ഊർജമുണ്ടാകും. അദ്ദേഹം ഈ ദർഭയിൽ പിടിച്ചിട്ട്, ഈ ദർഭയുടെ അറ്റം എവിടെയാണ്, ഇതിന് ഏറ്റവും നല്ല മീഡിയം ഏതാണെന്നൊക്കെ നമ്മുടെ ആചാര്യന്മാർക്ക് അറിയായിരുന്നു. ദർഭയ്ക്കാണ്, ഓരോ ചെടിക്കും ഓരോ കപ്പാസിറ്റി ഇല്ലേ, കഴിവില്ലേ അല്ലേ, മിന്നലേൽക്കുന്നത് അതൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഈ ദർഭയുടെ അറ്റം നെയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തിരുമേനിയുടെ ശരീരത്തിലെ എനർജി എങ്ങോട്ടാണ് പോകുന്നത്, ഈ നെയ്യിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞിട്ട് എന്തു ചെയ്യും, ഈ നെയ്യെടുത്ത് ഭഗവാന് നിവേദിക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ വസ്തുവിലും ഉപസ്തരണം ചെയ്യും. ഉപസ്തരണം എന്ന് പറഞ്ഞാൽ പ്രോഷിക്കുക, എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ തളിക്കും. അപ്പം എന്തായി, ആ വസ്തുവിലെല്ലാം ആ ഊർജം വരും. ഇതുകൊണ്ട് ഭഗവാന് നിവേദിക്കാൻ വെക്കും. നിവേദ്യം ഭഗവാൻ അഭിഷേകം ചെയ്യുവാണോ കൂടുതൽ ചെയ്യുക, മുന്നിൽ കൊണ്ട് വെക്കത്തേ ഉള്ളൂ. മുന്നിൽ കൊണ്ട് വെക്കുമ്പോൾ ആ ഊർജം ഭഗവാൻ എങ്ങനെ കിട്ടും, അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പുകയടിക്കുന്നത് പോലെ അല്ലേ. ഭഗവാന് ആ ആവി കിട്ടുമ്പോൾ എന്താണ്, ആ ആവിയിൽ ആ ഊർജമുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷ്മമാണ്, പക്ഷേ അസാമാന്യമായിട്ടുള്ള ഊർജമാണ് അതിൽ കാണപ്പെടുക. അപ്പോൾ വേദലക്ഷാർച്ചനയാണെങ്കിൽ എങ്ങനെയായിരിക്കും, സാധാരണ ഋഗ്വേദമാണെങ്കിൽ 10,000 ഏകദേശം 10,000-ഓളം സൂക്തങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 10 തിരുമേനിമാർ വട്ടത്തിലിരിക്കും അല്ലേ, പത്മമൊക്കെ ഇട്ടിട്ട് ഒരു കലശക്കുടം വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 10 പേരും ഒരു തവണ ഋഗ്വേദം മുഴുവൻ ചൊല്ലും. അപ്പം എത്രയായി, ലക്ഷാർച്ച അല്ലേ, ലക്ഷം ജപമായി. പിന്നീട് ഈ കലശത്തിനെ എന്തു ചെയ്യും, ആ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യും. അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യവർദ്ധനവ് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം നമ്മുടെ ആചാര്യന്മാർ ശാസ്ത്രീയമായിട്ട് ഇതിനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ കലശത്തിന് വളരെയധികം പ്രാധാന്യം. 12 വർഷം കൂടുമ്പോൾ കുംഭാഭിഷേകമൊക്കെ നടക്കില്ലേ, ചൈതന്യവർദ്ധനവ് നടത്തുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നമ്മൾ വിചാരിക്കും ഈ തിരുമേനിമാരെന്തോ കൈയും കാലും കൊണ്ടൊക്കെ കാണിക്കുന്നു, ഇവർ ചുമ്മാ എന്തൊക്കെയോ കാണിക്കുന്നുവെന്ന്. ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ശക്തി വർദ്ധിപ്പിക്കുകയും ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നമുക്കെല്ലാവരിലേക്കും ഈ ചൈതന്യം വരാൻ, കുടുംബത്തോടെ വീട്ടിൽ കൊണ്ടുപോകാനാണോ? ശ്രീരുദ്രത്തിൽ പറയുന്നുണ്ട്, സഹസ്രാണി സഹസ്രശോ ഏ രുദ്ര അതിഭൂമി എന്നൊക്കെ. എന്താന്ന് വെച്ചാൽ 1000കണക്കിന് യോജനകൾ ദൂരത്തിലേക്കാണ്
ഈ ശ്രീരുദ്രമൊക്കെ ജപിച്ചാലുള്ള തരംഗങ്ങൾ പോവാം. അതിൽ കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ ഏതോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരം, അതായത് ഇവിടുന്ന് ലണ്ടനിൽ പോയി വീണ്ടും ഒരു ലണ്ടനിൽ, അവിടുന്ന് വീണ്ടും അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ദൂരം എത്രയുണ്ട്, അത്രമാത്രം ഈ തരംഗങ്ങൾ പോകുന്നു എന്ന്. അതായത് ഇതുപോലെയുള്ള സമൂഹ ജപം നടത്തുമ്പോൾ ഭാരതം മുഴുവൻ, ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും നടത്തിയാലോ, ഭാരതം മുഴുവൻ ഈ ഊർജ തരംഗങ്ങൾ, പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ എല്ലായ്പ്പോഴും പറയും, നരേന്ദ്രമോദിജി ചുമ്മാതെയാണോ കൊറോണ സമയത്ത് പാത്രം എടുത്ത് കൊട്ടാനും എല്ലാവരോടും കൊറോണ പോകണമെന്ന് സങ്കല്പിക്കാനും പറഞ്ഞു? കൊട്ടുമ്പോൾ ശബ്ദമാണ് അല്ലേ? അവിടെ നമ്മുടെ ചിന്ത എന്താണ്? ചിന്തയിലും തരംഗങ്ങളാണ് ഉണ്ടാകുക. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയാണ് വൈറസ് പോകണം എന്നുള്ളത്. ഈ വൈബ്രേഷൻ പോസിറ്റീവ് എന്നറിയുമ്പോൾ വിരുദ്ധ ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലേ? അത്രമാത്രം പോസിറ്റീവ് അവിടെ വരുമ്പോൾ നെഗറ്റീവ് ഇല്ലാതെയാകും. ശബ്ദത്തിലൂടെയും എല്ലാം അതിനെ അകറ്റുകയാണ്. വളരെ എന്താ പറഞ്ഞ സൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തത്വമാണ്. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾ ഒരു തരത്തിലും ജപിക്കുന്നത് തെറ്റിപ്പോകരുത് എന്നൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ, ഇപ്പോൾ വേദമന്ത്രങ്ങൾ, ഗായത്രി മന്ത്രമൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് വേണമെങ്കിൽ ആക്കാം എന്ന് വിചാരിച്ചോളൂ. മലയാളത്തിലേക്ക് ആക്കിയാൽ കൃത്യമായിട്ട് അക്ഷരസംഖ്യ അതായിരിക്കുമോ? അർത്ഥത്തിൽ അത് തന്നെ വരണമെങ്കിൽ അക്ഷരസംഖ്യ മാറില്ലേ? അക്ഷരസംഖ്യ മാറുന്നതിൽ പോലും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രമൊക്കെ അതുപോലെ തന്നെ നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും ഒക്കെ ചൊല്ലില്ലേ, അതെല്ലാം കൃത്യമായിട്ട് ചൊല്ലിയില്ല എങ്കിൽ അർത്ഥം വ്യത്യാസം വരും. അപ്പം കുംഭകർണം വരം ചോദിച്ചതുപോലെ ഇരിക്കും. അർത്ഥവ്യത്യാസം വന്നാൽ തീർന്നു അല്ലേ? മാത്രമല്ല ഇത് തെറ്റിച്ചു ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന തിരുമേനിമാർ മദ്യം കഴിച്ചാൽ, അല്ലെങ്കിൽ അവർ മാംസം കഴിച്ചാൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പാപങ്ങളിൽ ഏറ്റവും വലുത് ബ്രഹ്മഹത്യാ പാപമാണ് അല്ലേ? ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നതാണ് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ബ്രാഹ്മണൻ ഈ ഊർജത്തെ തൻ്റെ ഉള്ളിൽ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടവനാണ്. കാരണം എന്താണ്? അവനാണ് വിഗ്രഹത്തിലേക്കും എല്ലാവരിലേക്കും പുണ്യാഹമൊക്കെ ജപിച്ചു തരുന്ന തിരുമേനിയല്ലേ കൊടുക്കേണ്ടത്. അവൻ മദ്യമാംസാദികൾ കഴിച്ചാൽ അവൻ്റെ ഉള്ളിലെ ആ ചൈതന്യം മലിനപ്പെടുന്നു. അത് അവൻ്റെ ചൈതന്യം മലിനപ്പെട്ടാൽ അവനുണ്ടാകുന്ന കുട്ടിക്ക് ഇത് ബാധിക്കും. അതിൻ്റെ കുട്ടിയെ ബാധിക്കില്ലേ? ജീൻ ഫാക്ടേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? എത്രയോ തലമുറകളെ ഇത് ബാധിക്കും, സമൂഹത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് അത്ര വലിയ പാപമാണ് എന്ന് പറയുന്നത്. ഇതൊന്നും കൃത്യമായിട്ട്, അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഗുരുമുഖത്തൊന്ന് ഉപദേശിച്ചു മാത്രമേ പഠിക്കാവൂ എന്ന് പറയും. അതും ഇതാണ്. കേട്ട് പഠിച്ചിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ചില ആചാര്യന്മാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ബസ്സിലൊക്കെ ഇരുന്ന് ഉരുക്കഴിക്കുന്ന പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ കൈയുടെ മുദ്ര ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ട് നമ്മൾ പഠിക്കും, പക്ഷെ കേട്ട് പഠിക്കുന്നത് ശരിയാവണമെന്ന് ഇല്ല. ഗുരുമുഖത്തുനിന്ന് തന്നെ സ്വരം ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലമുണ്ടാവൂ. എങ്ങനെ? ആയുർവേദ മരുന്ന് പഥ്യം നോക്കി കഴിക്കണമെന്ന് പറയുന്നത് പോലെ. പഥ്യം നോക്കുകയുമില്ല, പിന്നെ എന്ത് ചെയ്യും? ആയുർവേദ മരുന്നിനെയും ഡോക്ടറിനെയും നമ്മൾ കുറ്റം പറയുന്നത് പോലെ ഇരിക്കും. കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ ഉണ്ടാകുന്ന ഫലം വളരെ വിപരീതം ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചൈതന്യവർദ്ധനവിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ഉത്സവമാണ് അല്ലേ? ഉത്സവം എന്താണ്? സാധാരണ നടക്കുന്ന എല്ലാ ചടങ്ങിനെയും വിപുലീകരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് അശുദ്ധി ഉണ്ടെങ്കിലും മാറ്റി ചൈതന്യവർദ്ധനം. അതുപോലെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ മുറജപം, അല്ലെങ്കിൽ വേദ ലക്ഷ അർച്ചന. പല രീതിയിൽ ചെയ്യാം. ഇതെല്ലാം അതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമുക്കതിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കട്ടെ. ആ ഊർജം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. എത്രയും സമയം ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഇരിക്കാനും നാമങ്ങളൊക്കെ ചൊല്ലാനും സാധിച്ചാൽ ആ ഊർജം തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. അതിനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വേദമന്ത്ര ജപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.
എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ ഒരു പ്രഭാഷണത്തിനായി ക്ഷണിച്ച ഉണ്ണിത്തിരുമേനി, അതുപോലെ ബാക്കി ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.